BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ക്വാർട്ടർ ഫൈനൽ പോരാട്ടം ആരംഭിച്ചതോടെ ലോകകപ്പ് വാശിയേറിയ പോരാട്ടങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലെ നടന്ന ആദ്യ ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കയെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഫ്രാൻസ് തകർത്തത്. എംബാപ്പയും ഉസ്മാൻ ഡെംബലെയും ഗംഭീര ഗോളുകളിലാണ് ഫ്രാൻസിന്റെ വിജയം. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ലഭിച്ച പെനാൽറ്റി എംബാപ്പെ പാഴാക്കിയെങ്കിലും 60-ാം മിനിറ്റിൽ ലഭിച്ച മികച്ച അവസരം എംബാപ്പെ കൃത്യമായി മുതലെടുത്ത മൊറോക്കൻ ഗോൾവല ചലിപ്പിച്ചു. ഈ ഗോൾ നേടിയതോടെ ഗോൾഡൻ ബൂട്ടിനുള്ള പോരാട്ടം കനക്കുകയാണ്. 8 ഗോളുകൾ വീതം നേടി എംബാപ്പയും മെസ്സിയും ഒപ്പത്തിനൊപ്പമാണ് നിൽക്കുന്നത്. എന്നിരുന്നാലും 3 അസിസ്റ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ എംബാപ്പയാണ് മുന്നിൽ നിൽക്കുന്നത്. മെസ്സിക്ക് 1 അസിസ്റ്റ് മാത്രമാണുള്ളത്. 7 ഗോളുകളുമായി ഹാളണ്ടും 6 ഗോളുകളുമായി ഹാരി കെയ്നുമാണ് തൊട്ടു പിന്നിൽ. ഇന്നലെ ഗോൾ നേടിയതോടെ തന്റെ ഗോൾ നേട്ടം 5 ഉസ്മാൻ ഡെംബലെയും പോരാട്ടത്തിലുണ്ട്. ഡെംബലെക്ക് 2 അസിസ്റ്റുകളാണുള്ളത്. ഇനി നിലവിലുള്ള ടീമുകളിൽ സ്പെയിനിന്റെ മൈക്കൽ ഓയാർസബാൽ, ഇംഗ്ലണ്ടിന്റെ ജൂഡ് ബെല്ലിംഗ്ഹാം എന്നിവർക്ക് 4 ഗോളുകളും, സ്വിറ്റ്സർലാൻഡിന്റെ ജോഹൻ മൽസാംബി, ബെൽജിയത്തിന്റെ റൊമേലു ലുക്കാക്കു എന്നിവർ 3 ഗോളുകളും നേടി പട്ടികയിലുണ്ട്. കഴിഞ്ഞ വർഷം 8 ഗോളുകളുമായി എംബാപ്പയായിരുന്നു ഗോൾഡൻ ബൂട്ട് നേടിയത്. ഗോൾ വേട്ട തുടർന്നാൽ തുടർച്ചയായി ലോകകപ്പിൽ ഗോൾഡൻ ബൂട്ട് നേടുന്ന ആദ്യ താരമായി എംബാപ്പെ മാറും. ഫ്രാൻസ് സെമിയിൽ പ്രവേശിച്ചതോടെ ഗോൾ വേട്ടക്കാരിൽ എംബാപ്പയും ഡെംബലെയും ഗോളുകൾ നേടാനുള്ള സാധ്യതകൾ ഇനിയുമുണ്ട്. ഇനി വരാനിരിക്കുന്ന ക്വാർട്ടർ ഫൈനലിൽ സ്വിറ്റ്സർലാൻഡിനെതിരെ മെസ്സി ഗോൾ നേടിയാൽ എംബാപ്പയെ മറികടക്കാനും എന്നതും ശ്രദ്ധേയമാണ്. 5 അസിസ്റ്റുകളുടെ ഫ്രാൻസിന്റെ മൈക്കിൾ ഒലീസയാണ് ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നൽകിയ താരങ്ങളുടെ പട്ടികയിൽ ഒന്നാമത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.